പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങക്കോലൊക്കെ ഇട്ട് വെച്ച നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇപ്പോൾ ഇവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒന്നും വഴറ്റാതെയാണ് പച്ചനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ തിളച്ച കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 5 കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാനായിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുരിങ്ങാക്കോൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങാക്കോലും കൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 5 ചുവന്നുള്ളിയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോവാതെ തേങ്ങയുടെ അരപ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ട് തിളച്ച് കിട്ടണം. അതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഈ ഉള്ളീനെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത ഉള്ളിയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത്. അപ്പോൾ